നിങ്ങളൊരു സഞ്ജു സാംസൺ ആരാധകരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. 200 ലൈക്കിൻ്റെ ടാർഗറ്റ്. സോ എല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ എന്തായാലും നിങ്ങൾക്കറിയാം, ഇന്നലെ രാജസ്ഥാൻ റോയൽസ് പരാജയപ്പെട്ടിരുന്നു GTക്കെതിരെ. ഏതാണ്ട് 58 റൺസിന് എന്തായാലും ഒരു വല്ലാത്ത പരാജയമായി പോയി. സോ എന്തായാലും ആ ഒരു പരാജയത്തിന് ശേഷമുള്ള കുറച്ച് ഇമേജസാണ് ഏറ്റവും കൂടുതൽ നമ്മളെ സന്തോഷമാക്കിയത്. അത് സഞ്ജു സാംസണും അതുപോലെ തന്നെ ജോസ് ബട്ട്ലർ അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പുമായി, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ആഘാതം അല്ലെങ്കിൽ ആ ഒരു ഡീപ്നെസ്സൊക്കെ നമ്മളെ കാണിക്കുന്ന കുറച്ച് ഇമേജസൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. സോ നമുക്കറിയാം. സോ എന്തായാലും എനിക്ക് തോന്നുന്നു ആ ഒരു ഇമേജസ് മറ്റ് വീഡിയോസൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, സഞ്ജു സാംസൺ അല്ല ഒരിക്കലും ജോസ് ബട്ട്ലറിനെ പുറത്താക്കിയത്. മീൻസ് നമുക്കറിയാം, ഒരു ടീം മുന്നോട്ട് പോകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓപ്ഷന് മുമ്പ് ക്യാപ്റ്റനോട് തീരുമാനം ചോദിക്കുക ഏതൊക്കെ പ്ലേയേഴ്സ് വേണം എന്നുള്ള കാര്യം. സോ ഉറപ്പായിട്ടും ജോസ് ബട്ട്ലറിൻ്റെ കളയാൻ സഞ്ജു സാംസൺ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്. അത് മാനേജ്മെൻറ്റിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു ഡിസിഷനായിരിക്കും. നമുക്ക് എന്താ പറയുക, ഇന്ത്യൻ പ്ലേയേഴ്സിനെ കൂടുതൽ നിലനിർത്താം, ബാക്കി ഫോറിൻ പ്ലേയേഴ്സിനെ കളയാം എന്നുള്ളത്. സോ എന്തായാലും നിങ്ങൾ നോക്കിയാൽ മതി, അത്ര ഫോറിൻ പ്ലേയേഴ്സ് ആകെ എഡ്മയറിനെ മാത്രമേ അവർ നിലനിർത്തിയുള്ളൂ, ബാക്കി എല്ലാവരെയും പുറത്താക്കിയിട്ടുണ്ട്. സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് ശ്രമിക്കുക. പിന്നെ ജോസ് ബട്ട്ലർ സഞ്ജു സാംസൺ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക. സോ അടുത്ത വീട്ടിൽ കാണുന്നവരെ ഗുഡ് ബൈ.